അപ്പോൾ അടുത്ത് വരുന്ന ടോപ്പിക്ക് ലോഡ് ഷെയറിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ലോഡ് ഷെയറിംഗ് സിസ്റ്റം നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ഒരു കേസാണ്. നമുക്ക് 4 സ്റ്റേറ്റ് ഉണ്ട്. ആദ്യത്തെ സ്റ്റേറ്റിൽ രണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ് വരുമ്പോൾ ഒരെണ്ണം ഫെയിലാവുന്നു. അതായത് ഇതേ ടേബിൾ തന്നെയാണ് വരുന്നത്. ആദ്യത്തെ ഫെയിലാവുന്നു, രണ്ടാമത്തെ ഓപ്പറേറ്റിംഗ് ആണ്. മൂന്നാമത്തേൽ ആദ്യത്തെ ഓപ്പറേറ്റിംഗ്, രണ്ടാമത്തെ ഫെയില്, നാലാമത്തെ സ്റ്റേറ്റിൽ രണ്ടും ഫെയിലാണ്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ എക്സാമിന് എഴുതുമ്പം ഇതേ സ്റ്റേറ്റ് തന്നെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് എഴുതുക. ഒരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സംഭവിക്കുന്നത് ആദ്യം ഇനിഷ്യലി രണ്ടും കൂടെ വർക്ക് ചെയ്യുകയാണ്, രണ്ടും കൂടെ ഒരുമിച്ചാണ് പണിയെടുക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെ ഫെയിലിയർ റേറ്റ് λ1 ഉം λ2 ആയിരിക്കും റെസ്പെക്റ്റീവ്ലി. പക്ഷേ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരെണ്ണം ഫെയിലായാൽ മറ്റത് ഒറ്റയ്ക്ക് പണിയെടുത്ത് തുടങ്ങും. 2 ആണ് ഫെയിലാവുന്നതെങ്കിൽ 1 ഒറ്റയ്ക്ക് പണിയെടുത്ത് തുടങ്ങും. 1 ആണ് ഫെയിലാവുന്നതെങ്കിൽ 2 ഒറ്റയ്ക്ക് പണിയെടുത്ത് തുടങ്ങും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതുകൊണ്ട് സ്ട്രെയിൻ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഫെയിലിയർ റേറ്റ് കൂടും. അപ്പോൾ ഇനിഷ്യലി 1ൻ്റെ ഫെയിലിയർ റേറ്റ് λ1 ആയിരുന്നു. 2 ഫ്ലോപ്പായപ്പോൾ അത് ഒറ്റയ്ക്ക് പണിയെടുക്കേണ്ടി വന്നു. 2 ഫ്ലോപ്പായപ്പോൾ സ്റ്റേറ്റ് 3-ലെത്തി. 2 ഫ്ലോപ്പ് ആകുമ്പോഴാണല്ലോ സ്റ്റേറ്റ് 3-ലോട്ട് പോകുന്നത്. ആ ടേബിൾ നോക്കിയാൽ അറിയാം. 2 ഫ്ലോപ്പ് ആകുമ്പോഴാണ് സ്റ്റേറ്റ് 3-ലോട്ട് പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ് 3-ലോട്ട് വന്നു. അപ്പോൾ ഈ നമ്മുടെ ആദ്യത്തെ കോമ്പണൻറ്റ് ഒറ്റയ്ക്ക് പണിയെടുക്കേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഫെയിലിയർ റേറ്റ് കൂടി λ1+ ആയി. അതുപോലെ തന്നെ മറ്റത് 1 ഫ്ലോപ്പായി സ്റ്റേറ്റ് 2-ലോട്ടെത്തി. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ മറ്റത് ഒറ്റയ്ക്ക് പണിയെടുത്തോണ്ട് അതിൻ്റെ ഫെയിലിയർ റേറ്റ് λ2+ ആയി. അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ് വരുമ്പോൾ ഉള്ള ഒരു കണ്ടീഷനിൽ അതാണ് ഈ ലോഡ് ഷെയറിംഗ് പ്രോബ്ലം. എന്ന് വെച്ചാൽ ഇനിഷ്യലി ലോഡ് ഷെയർ ചെയ്തിരുന്നു, പക്ഷേ ഒരെണ്ണം അടിച്ചു പോയി. അതിനുശേഷം ഒറ്റയ്ക്ക് പണിയെടുത്ത് തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള റിലയബിലിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ മറ്റുപോലെ തന്നെയാണ്. P1 T + ΔT = P1T മൈനസ് നേരത്തെ ചെയ്തപോലെ തന്നെ ഇങ്ങോട്ടല്ലേ വരുന്നത്. അപ്പോൾ -λ1 ΔT P1T മൈനസ് ഇങ്ങനെ പോകും, അങ്ങനെയും കുറയാം. അപ്പോൾ λ2 ΔT P1T നേരത്തെ ചെയ്തപോലെ തന്നെ. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. നേരത്തെ കഴിഞ്ഞ കേസിൽ അതേ സ്റ്റെപ്പാണ് ഈ സ്റ്റേറ്റ് 1-ൽ, അതുകൊണ്ട് കൊണ്ടുവന്നു. അതിനുശേഷം ΔT → 0 കൊടുത്തു. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? dP = -λ1 + λ2 dt dP1. ഇത് നമുക്ക് ഇപ്പുറത്തെ P1 ഇവിടെ താഴെ കൊണ്ടുവരാം. കഴിഞ്ഞ തവണത്തെ സെയിം ഐഡൻറ്റിക്കൽ ഒരേ സ്റ്റെപ്പ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ P1T = e−λ1 + λ2t എന്ന് കിട്ടും. കഴിഞ്ഞ സ്റ്റേറ്റിൽ അതേ റിസൾട്ട് തന്നെ കിട്ടി. സെയിം പ്രൊസീജിയർ, ഒരു മാറ്റമില്ല. വ്യത്യാസം വരാൻ പോകുന്നത് P2Tക്കും P2Tക്കും P3Tക്കുമാണ്. അതിങ്ങോട്ട് എഴുതാം. അപ്പോൾ P2T വരുമ്പോൾ അതെങ്ങനെ വരും? നമുക്ക് P2T + ΔT = P2T. P2ന് കുറയുന്നത് എങ്ങനെയാണ്? 2-ൽ നിന്ന് 4-ലോട്ട് പോകുമ്പോഴാണ് കുറയുന്നത്. അപ്പോൾ -λ2+, അവിടെ ഒരു λ2+ ΔT × 2-ൽ നിന്ന് 4-ലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ P2T വരും. അതിന് കൂടുകയും ചെയ്യാം. കൂടുന്നത് എങ്ങനെയാണ്? 1-ൽ നിന്ന് 2-ലോട്ട് വരുമ്പോൾ. അപ്പോൾ λ1 ഇവിടെ പ്ലസ് ഇല്ല, ഇത് λ1 അല്ലേ ഉള്ളൂ. അപ്പോൾ λ1 ΔT 1-ൽ നിന്ന് 2-ലോട്ടാണ്. അപ്പോൾ P1T എന്ന് വരും. ഇതും നമ്മൾ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. നമുക്കിവിടെ P1 കണ്ടുപിടിച്ചല്ലോ. എവിടെ? ഈ P1 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ΔT ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ΔT → 0 ഒക്കെ കൊടുക്കുക. ΔT → 0 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ അത് അറേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഈ സ്റ്റെപ്പ് വരെ ചെയ്യാൻ പറ്റും. P1T λ1 - P2T λ2+ വരെ ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കണ്ട. ഇത് ആ കൂടെ ചെയ്യുന്ന ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കുന്നു. എന്നിട്ട് dt താഴെ കൊണ്ടുവരുന്നു, ΔT → 0 കൊടുക്കുന്നു. അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോഴും നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വരെ ചെയ്യാൻ പറ്റും. ഇനിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് പഠിച്ച് വെച്ചിരിക്കുക. ആ റിസൾട്ടാണ് P2T = λ1 + λ2 - λ2 e−λ2 t -e−λ1 + λ2 പ്ലസ് ഇല്ല,
ഇവിടെ ഇൻറ്റു ടി. ഈ റിസൾട്ട് P2T കണ്ടോ, നമുക്ക് കഴിഞ്ഞ കണ്ടീഷനേക്കാളും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് P2Tക്ക് തവണ കിട്ടിയത്. അതേപോലെ തന്നെ നമുക്ക് P3Tക്കും അതേ പ്രൊസീജിയറിൽ ചെയ്യാൻ പറ്റും. P3Tക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ സെയിം പ്രൊസീജിയറാണ്. P2 ചെയ്ത പോലെ തന്നെയാണ് P3 കണ്ടുപിടിക്കുന്നത്. P3Tക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ താഴോട്ട് എഴുതാം. λ2 പ്ലസ് λ2 മൈനസ് λ1 പ്ലസ് നമ്മളിവിടെ ഇതിൻ്റെ 1ഉം 2ഉം സ്വിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. λ1 പ്ലസ് λ2 λ1 പ്ലസ് λ2 മൈനസ് λ1 പ്ലസ് ബ്രാക്കറ്റിൽ ഇൻറ്റു e⁻⁻ λ1 പ്ലസ് ടി മൈനസ് e⁻⁻ λ1 പ്ലസ് λ2 ഇൻറ്റു ടി. അപ്പം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ λ1 λ2 ആണ്, λ1 പ്ലസും λ2 പ്ലസും അല്ല. അതേപോലെ തന്നെ ഇവിടെ λ1 പ്ലസ് λ2 പ്ലസും അല്ല, λ1 λ2 ആണ്. അപ്പോൾ ഇതാണ് ഇവിടെ വരുന്ന P1 P2 P3. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഈ 4 സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരെണ്ണം വർക്ക് ചെയ്താൽ നമുക്കറിയാം, ഒരെണ്ണം അടിച്ചു പോയാലും മറ്റത് ഒറ്റയ്ക്ക് പണിയെടുത്ത് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് ഈ ആദ്യത്തെ 3 സ്റ്റേറ്റിൽ ഏതിലാണെങ്കിലും സാധനം വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റേറ്റിന് പ്രോബിലിറ്റിയുടെ സമ്മായിരിക്കും. അതായത് P1 പ്ലസ് P2 പ്ലസ് P3 ആയിരിക്കും ഇതിൻ്റെ റിലയബിലിറ്റി. പിന്നെ നമുക്കറിയാവുന്ന വേറൊരു കാര്യമാണ് P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് P4 ഈക്വൽ ടു 1 ആണെന്നുള്ളത്.